ഏഞ്ചൽ ഫിഷ് എന്നാ അതിന്റെ പേര് തന്നെ. ഏഞ്ചൽ ഫിഷ് അല്ലേ? സ്മോൾ സൈസ് ആണ് കിടക്കുന്നത്. 25 രൂപയുടെ സ്റ്റാർട്ടിങ് വിലയുടെ. ബിഗ് ഇതെല്ലാം ഇണങ്ങുന്ന മീനുകളാണ്. പെട്ടെന്ന് ഇണക്കം വരുന്ന മീനുകള്, അക്വേറിയം, അലങ്കാര മത്സ്യങ്ങളെല്ലാം കയ്യിലുണ്ടാവും. അതുപോലെ തന്നെ വളർത്തു മീനുകളിൽ എന്തോരെണ്ണം വേണമെങ്കിലും ഓർഡർ അനുസരിച്ച് എത്തിച്ചു കൊടുക്കും. കൂടുതലും ചെലവായി പോകുന്നത് വളർത്തു മീനുകളിൽ തന്നെ വാളകളുണ്ട്. വൈറ്റ് ഷാർക്ക് ഉണ്ട്, ബ്ലാക്ക് ഷാർക്ക്, പിന്നെ സീബ്ര, സിലോപ്പിയ, നട്ടർ, ഗ്രാസ് കാർപ്പ്. പ്രിയപ്പെട്ടവരെ, ഏന്തിയാർ എന്ന കൊച്ചു ഗ്രാമത്തിലെ ഒരു ഭാഗമാണ് ഇത്. നമ്മുടെ തോമസ് ചേട്ടൻ, ഞങ്ങളെല്ലാവരും തോമാച്ചേട്ടാ എന്ന് വെച്ചാൽ തോമാച്ചേട്ടൻ എല്ലായിടത്തോണ്ട് നടക്കാം. കാശിക്കിന്റെ കട ഏത് ഭാഗത്താ? കക്കുവിന്റെ കട ആണ്. അവിടെയാ ഈ അക്വേറിയം മീനുകളൊക്കെ ഉള്ളതല്ലേ? അവിടെ ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതാണ് നമ്മുടെ ഏന്തിയാർ ടൗണ്. ഏന്തിയാറ്റിൽ 0674 സെറ ബസ് മുണ്ടക്കയം പോകാൻ വേണ്ടി വന്ന് കിടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് നമ്മൾ ഏന്തിയാറ്റിലെ അമ്മു സ്റ്റോഴ്സ്, അതായത് ആഷിക്കിൻ്റെ കട, മഞ്ചാൻ്റെ വ്യൂവിലാണ് അക്വേറിയം മത്സ്യങ്ങളിലെ കലവറയുള്ളത്. നമുക്ക് അങ്ങോട്ട് പോകാം. ആഷിക്കിൻ്റെ കട വരെ പോവാം. വരുന്നോ ചേട്ടാ? ആഷിക്ക് കക്കുവിൻ്റെ കട, അവിടുത്തെ നമ്മുടെ അക്വേറിയം മീനുകളുടെ വീഡിയോ എടുക്കാൻ പോവാ. ആറ്റുമീനുണ്ടോ? എവിടെ നിന്നുള്ള ആറ്റുമീനുകളോ? നമ്മുടെ നാട്ടിലെ ആറ്റുമീനുകളാണോ? ആണല്ലേ. എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ അക്വേറിയം മത്സ്യങ്ങളും അതുപോലെ തന്നെ പെറ്റ് ഫുഡുകളും അക്വേറിയം അക്സസറീസുകളും അടങ്ങിയ കട നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് കടയ്ക്കുള്ളിലേക്ക് ഒന്ന് പോകാം. ഇത് ആറ്റുമീനല്ലേ? നാടൻ ആറ്റുമീനുകളിലെ ചെറിയൊരു ശേഖരവും അതോടൊപ്പം നിരവധി അക്വേറിയം മത്സ്യങ്ങളും ഇവിടെയുണ്ട്. നിങ്ങളുടെ അക്വേറിയത്തിലേക്ക് ഇതുപോലത്തെ പുതിയ അതിഥികളെ എത്തിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ സ്ക്രീനിലും ഒക്കെ നമ്മൾ ഫോൺ നമ്പരും കടയുടെ പേരും ഒക്കെ എഴുതിയിടുന്നുണ്ട്. അദ്ദേഹമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. കൂട്ടുകാരെ, നിങ്ങളുടെ കൈവശം ഇതുപോലത്തെ പല വിധത്തിലുള്ള അക്വേറിയം മത്സ്യങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ ഏതൊക്കെയാണ് നിങ്ങളുടെ കൈവശമുള്ളത്? നമ്മുടെ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തൂലേ? ഇതേയുള്ളവരെ, നമ്മുടെ ചുറ്റുമുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ വീഡിയോയിലുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഹൈപ്പ് ചെയ്യുക. ഇത് കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്തിനടുത്തുള്ള കൂട്ടിക്ക പഞ്ചായത്തിലെ ഏന്തിയാർ എന്ന പ്രദേശത്താണ് നമ്മുടെ ഈ അക്വേറിയം, ഈ ഷോപ്പും ഉള്ളത്. മഞ്ചാൻ്റെ വ്യൂ എന്നുള്ളതാണ് കടയുടെ ഷോപ്പിൻ്റെ പേര്. അക്വേറിയം മത്സ്യങ്ങളുടെ വർണ്ണക്കാഴ്ചകളും വിവിധ തരത്തിലുള്ള അക്വേറിയം മത്സ്യങ്ങളെ നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അദ്ദേഹവുമായിട്ട്, കടയുടെ ഉടമ ആഷിക്കുമായിട്ട് നമുക്ക് സംസാരിച്ച് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ്, മത്സ്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കും. നിങ്ങൾ മീൻ വളർത്തൽ ഒരു ഹോബിയായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരാണോ? അതോ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെയുള്ള മീനുകളുണ്ടോ? എൻ്റെ പ്രിയ സുഹൃത്തായ ആഷിക്കിൻ്റെ ഈ കടയിലെ അക്വേറിയം മത്സ്യങ്ങളെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ കടയുടെ ഏറ്റവും പറ്റിയൊരു പ്രത്യേകത കുറഞ്ഞ വിലയിൽ കൂടുതൽ ഗുണമേന്മയുള്ള അക്വേറിയം മത്സ്യങ്ങളെ നൽകുന്നു എന്നുള്ളതാണ്. മത്സ്യങ്ങളിലെ വില വളരെ തുച്ഛമാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ആ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫലമായ അക്വേറിയം നമ്മൾ കണ്ടില്ലേ? ഈ അക്വേറിയത്തിന്റെ നടത്തിപ്പും ഇതിന്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതും ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാനുള്ളത് ഇതിന്റെ ഉടമസ്ഥൻ ആഷിക്കാണ്. നമുക്ക് ആഷിക്കിനെ പരിചയപ്പെടാം. നമസ്കാരം. പുതുതായിട്ട് തുടങ്ങിയൊരു പ്രസ്ഥാനമാണ്
മഞ്ചാൻമീൻ എന്ന പേരിൽ ANTR ടൗണിൽ തന്നെയാണ് ആരംഭിച്ചേക്കുന്നത്. അത്യാവശ്യം വളർത്തു മീനുകൾ, അക്വേറിയം, അലങ്കാര മത്സ്യങ്ങളെല്ലാം കയ്യിലുണ്ടാവും. അതുപോലെ തന്നെ വളർത്തു മീനുകളിൽ എന്തോരെണ്ണം വേണമെങ്കിലും ഓർഡർ അനുസരിച്ച് എത്തിച്ചു കൊടുക്കും. എല്ലാവിധ മീനുകളും ഉണ്ടാവും. അതുപോലെ തന്നെ മീനിൻ്റെ തീറ്റകൾ എല്ലാ ഐറ്റവും അത്യാവശ്യം വേണ്ട ഡോഗ് ഫുഡ്, ക്യാറ്റ് ഫുഡ്, അങ്ങനെ വേണ്ട എല്ലാ ഐറ്റംസും അതിൻ്റെ ആക്സസറീസ് സാധനങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. ഏതെല്ലാം ഐറ്റംസ് മീനാണ് നമ്മുടെ ഇത് കൂടുതൽ നമുക്ക് ഇവിടെ ചെലവാകുന്നത് പറഞ്ഞാൽ വളർത്തു മീനുകളാണ് കൂടുതലും ചെലവായി പോകുന്നത്. വളർത്തു മീനുകളിൽ തന്നെ വാളകളുണ്ട്, വൈറ്റ് ഷാർക്ക് ഉണ്ട്, ബ്ലാക്ക് ഷാർക്ക്, പിന്നെ സീബ്ര, സിലോപ്പിയ, നട്ടർ, ഗ്രാസ് കാർപ്പ്, പിന്നെ നട്ടറൊക്കെ വരുന്ന ഇത് 10 രൂപ വിലയിൽ കൊടുക്കുന്നതാണ്. ചെറിയ അളവ് തൊട്ട് കൂടുതൽ വിൽപ്പനയുള്ളതാണ് സിലോപ്പിയ ഐറ്റംസ് വരുന്നത്. ഗിഫ്റ്റ് സിലോപ്പിയ കൂടുതൽ വിറ്റ് പോകുന്ന സാധനമാണ്. പിന്നെ അതുപോലെ തന്നെ റെഡ് സിലോപ്പിയ പോകുന്നുണ്ട്. പിന്നെ ഗ്രാസ് കാർപ്പ്, നട്ടർ, ഇങ്ങനെ വേണ്ട സാധനങ്ങളാണ് കൂടുതലും വിറ്റ് പോകുന്നത്. പിന്നെ കുഞ്ഞു പിള്ളേർ സെറ്റുകളെല്ലാം വന്ന് വളർത്തു മീനുകളായിട്ട് ഇത് അക്വേറിയം മീനുകൾ കാഴ്ചക്ക് ആകർഷകമായിട്ടുള്ള മീനുകൾ കൊണ്ടുപോകുന്നുണ്ട്. അത് ഗോൾഡ് ഫിഷ്, അങ്ങനത്തെ വേണ്ട എല്ലാവിധ സാധനങ്ങളും കൊണ്ടുപോകുന്നുണ്ട്. വിലയൊക്കെ എങ്ങനെയാണ് നമ്മുടെ മീനുകളുടെ? വില എന്ന് പറഞ്ഞാൽ 10 രൂപ തൊട്ട് മീന് വില സ്റ്റാർട്ടിംഗ് ഉണ്ട്. ചീപ്പ് വില തൊട്ട് മേലോട്ടുള്ള ഇച്ചിരി അത്യാവശ്യം വില ഉള്ള സാധനങ്ങൾ വരെ ഉണ്ട്. പിന്നെ വലിയ വലിയ ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ പറഞ്ഞാൽ ചെയ്ത് കൊടുക്കും. ആക്സസറീസ് എല്ലാവിധ ആക്സസറീസ് ഇപ്പൊ നിലവിലുണ്ട്, സ്റ്റോക്ക് കയ്യിലുണ്ട്. പിന്നെ അത്യാവശ്യം വേണ്ടത് വേറെ വെളിയിൽ നിന്ന് എടുക്കേണ്ടത് വല്ലതും ഉണ്ടെങ്കിൽ എടുത്തു കൊടുക്കും. പിന്നെ അക്വേറിയങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 അടിയുടെ 2 അടിയുടെ അക്വേറിയങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന്റെ വലിയ അളവ് പറഞ്ഞാൽ അതും ചെയ്യും, ഓർഡർ അനുസരിച്ച് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആക്സസറീസ് സാധനങ്ങളെല്ലാം, അതിന്റെ ഫുഡുകളും കാര്യങ്ങളും എല്ലാം അതിലെല്ലാം മീനിന്റെ ഫുഡുകള്, പിന്നെ ഡോഗിന്റെ ഷാംപൂ ഐറ്റംസ് എല്ലാം ഉണ്ട്. പിന്നെ ഡോഗിന്റെ എല്ല് സാധനങ്ങള്, ബോണ്, ഇതെന്താണ് സംഭവം? ഡോഗിന്റെ ബോണ്, കാൽസ്യം ബോൺ അത്. പിന്നെ ഡോഗിന് വേണ്ട ഗ്രേവികള്, ക്യാറ്റിന്റെ ഗ്രേവികള്, എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ വളർത്തു മൃഗങ്ങൾക്കുള്ളതും അതുപോലെ മത്സ്യങ്ങൾക്കുള്ളതല്ല എല്ലാ സംവിധാനങ്ങളും, എല്ലാ ഐറ്റങ്ങളും, ഫുഡുകള്, അവർക്ക് വേണ്ട കൊടുക്കാനുള്ള ഐറ്റങ്ങളെല്ലാം നമ്മുടെ കടയിലുണ്ട് അല്ലേ? എല്ലാം ഉണ്ട് തീർച്ചയായിട്ടും. ലൂസ് ഐറ്റംസ്. ലൂസ് അല്ലേ? ഇത് എന്നതിന് പട്ടിക്കുള്ളതാണോ? ഇത് പട്ടിയുടെ, പട്ടി കുഞ്ഞിന്റെ ഉണ്ട്, വലുതിന്റെ ഉണ്ട്, പൂച്ചകളുടെ എല്ലാം വേറെ വേറെ. ഇതൊക്കെ കിലോ എങ്ങനെ വില? ഇത് വില വരുന്നത് പട്ടി കുഞ്ഞിന്റെ ആണ് 200 രൂപ, വലിയ പട്ടിയുടെ 190 രൂപ. പിന്നെ അതുപോലെ പൂച്ചത്തീറ്റകൾ 140 രൂപ തൊട്ട് സ്റ്റാർട്ടിങ് വിലയുണ്ട്. 140 രൂപ തൊട്ട് 400 രൂപ വരെ പൂച്ചത്തീറ്റകളുണ്ട്. ഇപ്പൊ നേരത്തെക്കാളൊക്കെ കൂടുതലായിട്ട് ഈ പൂച്ചത്തീറ്റയ്ക്ക് കച്ചവടം ഉണ്ടല്ലേ? നേരത്തെ പൂച്ചത്തീറ്റ ആൾക്കാർക്ക് മേടിച്ചില്ലായിരുന്നല്ലോ. പൂച്ചത്തീറ്റയ്ക്ക് നേരത്തെ അത് അപേക്ഷിച്ച് ന്യായമായിട്ട് കച്ചവടമുണ്ട്. ഇപ്പം ആൾക്കാര് സാധാരണ വീട്ടിലെ ഭക്ഷണത്തെക്കാളും കൂടുതലായിട്ട് പൂച്ചത്തീറ്റ മേടിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റം വന്നിട്ടുണ്ടല്ലേ? എല്ലാരും ഇപ്പം തീറ്റ വെളിയിൽ നിന്ന് മേടിക്കാതെ മീൻ അത് ഇതാന്നൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞു പിന്നെ തീറ്റയിലോട്ട് തന്നെ മാറിയത് ആൾക്കാർ ഒത്തിരി പേരുണ്ട്. ഇത് നമ്മുടെ നാടൻ മത്സ്യങ്ങളാണോ? അത് നാടൻ മത്സ്യങ്ങൾ, ചുമ്മാ ഒരു കാഴ്ചക്ക് ആവശ്യമായിട്ട് ഇട്ടേക്കുന്നത്. ഇത് ആൾക്കാർ ചോദിക്കാറുണ്ടോ? ഇപ്പോഴും പിള്ളേർക്ക് അറിയത്തില്ലാത്ത കുറെ പരലിനൊന്നും അറിയത്തില്ലാത്ത പിള്ളേർ ഇപ്പോഴും ഉണ്ട്. ആരെങ്ങനെ ഏതാണെന്നും അറിയത്തില്ലാത്ത പിള്ളേരാ. ഇത് ആവശ്യപ്പെടാറുണ്ടോ? ഇഷ്ടംപടി ആൾക്കാർ ചോദിക്കാറുണ്ട്. പിടിച്ചു കൊടുക്കുക അല്പം റിസ്ക് ആയിരിക്കും അല്ലേ? പട്ടിക്കും പൂച്ചയ്ക്കും ഉള്ള ഐറ്റംസ്. അതിന്റെ ബെൽറ്റുകള്, ലീഷുകള്, അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇത് പൂച്ചയുടെ ബെൽറ്റ് ഐറ്റംസ് വരുന്നത്, ഇത് പട്ടികളുടെ ബെൽറ്റ് ഐറ്റംസ് എല്ലാം വരുന്നത്. പിന്നെ അതിന്റെ ആക്സസറീസ്, ചീപ്പ്, നെയിൽ കട്ടർ, അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. നെയിൽ കട്ടർ ഒക്കെ ഉണ്ടല്ലേ? നെയിൽ കട്ടറൊക്കെ 140 രൂപ സ്റ്റാർട്ടിങ് വില ഉണ്ട്. 140 രൂപ 300 രൂപ വരെ വില. പിന്നെ അതിന്റെ കോമ്പ്, ചീപ്പുകള്, സാധനങ്ങളെല്ലാം ഉണ്ട്. ഇത് കൂടുതലായിട്ടും വളർത്തു മീനാണിത്. വളർത്തു മീൻ എന്ന് പറയുമ്പോൾ അക്വേറിയത്തിട്ട് കാണാൻ ഷോയ്ക്ക് വളർത്തുന്ന മീനാ. പിന്നെ കുളത്തിയിട്ട് വളർത്തുന്നവരും ഉണ്ട്. കുളത്തിയിട്ട് വളർന്നാൽ ഇച്ചിരി വലിയ തോതിലാവും. ടിൻ ഫോയിൽ ബാർബ് എന്ന് പറയുന്ന ഐറ്റം. പിന്നെ ഇത് അക്വേറിയത്തിൽ തന്നെ ഇട്ട് വളർത്തുന്നതാണ്. പിന്നെ ഇങ്ങോട്ട് വരുന്ന വിഡോ ടെട്രകള്, പല ഐറ്റം ടെട്ര. ബ്രീഡിങ് ചെയ്യുമ്പോഴത്തേനും എന്ന് പറഞ്ഞാൽ ഇച്ചിരി സൈസായി ഓരോരുത്തർ ചെയ്യുന്നവരുണ്ട്. ഇച്ചിരി റിസ്ക് ആണ് ഇതിന്റെ ചെയ്യുന്നവർ ഒത്തിരി പേരുണ്ട്.
പിന്നെ ഗോൾഡ് ഫിഷ് ഒക്കെ ആണെങ്കിൽ കൂടുതൽ ആൾക്കാർ ചെയ്യുന്നുണ്ട്. താഴോട്ടുള്ള ഗോൾഡ് ഫിഷ് ഒക്കെ ആണെങ്കിൽ അതിന്റെ വലിയ സൈസ് ഒക്കെ ഇവിടെ കിടപ്പുണ്ട്. അത് ബ്രീഡിങ്ങിന് കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അത്യാവശ്യം ടേം ആയി കിടക്കുന്ന ഗോൾഡ് ഫിഷ് ഒക്കെ ഇവിടെ കിടക്കും. ഇതൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ടേം ആയി കിടക്കുന്നത്. അതിനകത്ത് മെയിൽ ഫീമെയിൽ ചോദിച്ച് മേടിച്ച് ആൾക്കാർ കൊണ്ടുപോകുന്നവരുണ്ട്. ഇതെല്ലാം ഗോൾഡ് ഫിഷിന്റെ കുഞ്ഞാണ്. ഗോൾഡ് ഫിഷിന്റെ കുഞ്ഞായിട്ടും ഗോൾഡ് ഫിഷ് ഒക്കെ 10 രൂപ തൊട്ട് 80 രൂപയുടെ വരെ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഓസ്കാർ കുളത്തിലൊക്കെ ഇട്ട് വളർത്തുന്ന ഐറ്റംസ് ആണ്. അത് വലുതാവുന്ന ഐറ്റംസ്. അത് ഇതിന്റെ അല്ല, നട്ടറിന്റെ തന്നെ ആൽബിനോ എന്ന് പറയുന്ന ഒരു ഐറ്റം ആണ് ഇത്. വലിയ മീൻ. പിന്നെ നമ്മുടെ കുളത്തിൽ നിന്നുള്ള സിലോപ്പിയാണ് ഇത്. നമ്മുടെ വളർത്തുന്നതിന് റെഡ് സിലോപ്പിയുടെ ഐറ്റം. ഇതൊക്കെയോ? അതൊക്കെ ചുമ്മാ നോർമലി അക്വേറിയങ്ങളിലൊക്കെ ഇട്ട് വളർത്തുന്ന മീനുകളാണ്. നല്ല സുന്ദരന്മാരാണല്ലോ. ഏഞ്ചൽ ഫിഷ് എന്ന അതിന്റെ പേര് തന്നെ. എന്താ? ഏഞ്ചൽ ഫിഷ്. സ്മോൾ സൈസ് ആണ് കിടക്കുന്നത്. 25 രൂപയുടെ സ്റ്റാർട്ടിങ് വിലയുടെ. ബിഗ് ഉണ്ട്. ഇതെല്ലാം ഇണങ്ങുന്ന മീനുകളാണ്. പെട്ടെന്ന് ഇണക്കം വരുന്ന മീനുകളാണ്. കയ്യിൽ കയറി ഇറങ്ങി തീറ്റ എടുക്കുന്ന മീനുകളാണ്. ഡെയിലി നമ്മൾ കൊണ്ട് കൊടുക്കുന്ന അനുസരിച്ച്. ഇത് വെറൈറ്റി ആണല്ലോ. അത് SK ഗോൾഡ് എന്ന് പറയുന്ന ഐറ്റം. അത് നല്ല സൈസ് ആകുന്ന മീനുകളാണ്. പിന്നെ ഉണ്ട് ഫൈറ്ററുകളൊക്കെ ഉണ്ട്. ഫൈറ്ററൊക്കെ ഏത് വേണേലും എത്തിച്ചു കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ബൗളിനകത്ത് ഇട്ട് വളർത്തുന്ന ഫൈറ്ററുകൾ. വലുതായിട്ട് തോന്നുന്നു. ഒരെണ്ണത്തെ ഇട്ട് വളർത്താനേ പറ്റത്തുള്ളൂ ഒരു ബൗളിനകത്ത്. പിന്നെ ഗപ്പികള് സാധനങ്ങളും എല്ലാം ഉണ്ട്. ഇതാണ് ഗപ്പികള്. ഗപ്പികള് ഗപ്പി നോർമലി 10 രൂപ തൊട്ട് ഗപ്പികളുണ്ട്. ഓരോ ഐറ്റം വരുമ്പോൾ അതിനനുസരിച്ച് വില വ്യത്യാസമുണ്ട്. ഹൈബ്രിഡ് ഗപ്പികൾ വരുമ്പോൾ അതിനനുസരിച്ച് റേറ്റ് വ്യത്യാസമായിരിക്കും. 60 രൂപ പേരിനൊക്കെ വില വരും. 60 രൂപ തൊട്ട് സ്റ്റാർട്ടിങ് 120 രൂപ വരെ. അത് മിൽക്കി കാർപ്പ് എന്ന് പറയുന്നത്. വലുതാവുന്ന ഇത് നമ്മള് അക്വേറിയത്തിൽ ഇടാം, കുളത്തിൽ ഇടാം. വലുതാവും. നല്ല സൈസ് ആവുന്ന മീനുകളാണ് മിൽക്കി കാർപ്പ്. ഇത് വളരെ വ്യത്യസ്ത ഇനമാണല്ലോ. അത് ഗപ്പിയുടെ തന്നെ വേറൊരു ഐറ്റം. പേരിന് 60 രൂപ വില ഉള്ളത്. അക്വേറിയം മത്സ്യങ്ങളുടെ അമൂല്യമായ കലവറയാണ് മഞ്ചാനുവയിലുള്ളത്.
ഇഷ്ടപ്പെട്ട മീനുകൾ എല്ലാം തന്നെ നമ്മുടെ ഇവിടെ ഉണ്ടാവും. പിന്നെ അത്യാവശ്യം വെളിയിൽ നിന്ന് എടുക്കേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എടുത്തു കൊടുക്കും. അതുപോലെ ബേഡ്സിന്റെ കൂടുകൾ, ക്യാറ്റിന്റെ കൂടുകൾ, എന്ത് വേണ്ട എല്ലാ സാധനങ്ങളും എന്തൊക്കെ വേണമെന്നുണ്ടോ അതെല്ലാം ഇല്ലാന്ന് പറയല, എടുത്തു കൊടുക്കും. അത്യാവശ്യം വളർത്തു മീനുകളും ഉണ്ടാവും, മത്സ്യങ്ങളും ഉണ്ടാവും. പിന്നെ പേർഷ്യൻ ക്യാറ്റ് വേണ്ടവർക്ക് അതും ഉണ്ടാവും. 2500 സ്റ്റാർട്ടിങ് വിലയുടെ പേർഷ്യൻ ക്യാറ്റുകളും ഉണ്ടാവും. അത് എന്തൊക്കെ വേണമെന്നുള്ളത് പറഞ്ഞു കൊടുത്താൽ. പിന്നെ ബേഡ്സിനെ ഇപ്പൊ നമ്മൾ ചെയ്യുന്നില്ലായിരുന്നു. ബേഡ്സിനെ പറയുന്ന ഓർഡർ അനുസരിച്ച് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വേണ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ എല്ലാവരും ഒന്ന് ഷോപ്പ് വിസിറ്റ് ചെയ്യുക. വിസിറ്റ് ചെയ്യുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, താങ്ക് യു. ആഷിക്കിന്റെ മഞ്ചാന്റെ വ്യൂ അക്വാറിയത്തെ കുറിച്ച് ഒരു വീഡിയോ നമ്മൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടുതലായിട്ട് ഈ മത്സ്യങ്ങൾ വാങ്ങാൻ, മത്സ്യങ്ങൾ വാങ്ങുവാൻ താല്പര്യമുള്ളവർ അദ്ദേഹമായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മളിതിൻ്റെ ഫോൺ നമ്പർ എഴുതിയിട്ടുണ്ട്. നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കണം. അത് നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള കമൻറ്റുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക, ഹൈപ്പ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും ഒരിക്കൽ കൂടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.